ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ തീരെ മഴയുണ്ടായി. മഴ പെയ്തില്ല കേട്ടോ, വളരെ കുറവായിരുന്നു. ഇന്ന് കുറച്ച് വെണ്ടയ്ക്ക വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ഒരു സിമ്പിൾ വെണ്ടയ്ക്ക കറി കേട്ടോ, വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. വെണ്ടയ്ക്കൊക്കെ നോക്കും, നന്നായി കഴുകിയതാണ് കേട്ടോ. ചോറ് കുടിച്ച വെണ്ടയ്ക്ക അടുപ്പ് കത്തുണ്ടാതെ പോകാട്ടോ. ഇന്നുണ്ടെങ്കിൽ സ്കൂളുണ്ട്, സന്തോഷമാണ് സ്കൂളിൽ പോകണം. സാധാരണ വീട്ടിലിരിക്കാൻ എല്ലാവർക്കും സന്തോഷം. ഞാൻ ഓപ്പോസിറ്റാ. പരീക്ഷയായി 13-ാം തീയതി പരീക്ഷയാണ്. 7 ദിവസമൊക്കെ ഉള്ളൂ. ഞാൻ വെണ്ടയ്ക്കൊന്ന് മുറിച്ചെടുക്കട്ടെ. അത് നമുക്ക് വെണ്ടയ്ക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരു 1/4 കിലോ വെണ്ടയ്ക്കുണ്ട്, നല്ല കിളുണ്ട് വെണ്ടയ്ക്കുണ്ട്. എണ്ണയൊന്നും ഒഴിക്കണ്ട കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് വാട്ടിയെടുത്താൽ മതി. ഞാൻ പരമാവധി എണ്ണ കുറയ്ക്കുകയാണ്. വറുത്തെടുക്കട്ടെ കേട്ടോ. വെണ്ടയ്ക്ക വറുത്ത് വന്നു കേട്ടോ. ഓഫാക്കിയിട്ട് ഇവിടെ ഇരിക്കട്ടെ. ഇനി വെണ്ടയ്ക്ക കറി വയ്ക്കാം. ചട്ടിയും ചൂടാവട്ടെ കേട്ടോ നന്നായിട്ട്. ചട്ടി നന്നായി ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചൂടാവട്ടെ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. കുറച്ച് നല്ല ജീരകം കേട്ടോ. ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു 10 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില. ഉള്ളി നന്നായി മൂത്ത് വരട്ടെ. ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നു കേട്ടോ. ഇതിലേക്ക് ചെറിയ 2 തക്കാളി, തക്കാളി ഒന്ന് വഴണ്ട് വരട്ടെ. തക്കാളി നന്നായി വഴണ്ട് വന്നു കേട്ടോ. ഇതിൽ കുറച്ച് വയ്ക്കുക, പൊടികൾ ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇട്ടാ. പൊടികളൊന്ന് മൂത്ത് വരട്ടെ. പൊടികളൊക്കെ മൂത്ത് വന്നിട്ടോ. ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക. വലിപ്പത്തിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. ഉപ്പിട്ട് കൊടുക്കാം. നന്നായി തിളക്കട്ടെ കേട്ടോ. ചാറ് നന്നായി തിളച്ചു കേട്ടോ.
ഇനി വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാട്ടോ, വറുത്ത് വെച്ചത്. ഒന്ന് തിളക്കട്ടെ. വെണ്ടയ്ക്ക ഇട്ട് തിളച്ചുവിട നന്നായിട്ട്. ഇതിലേക്ക് ഒരു കുഞ്ഞ് കഷ്ണം ശർക്കര കേട്ടോ. ഇത് ഉപ്പും പുളിയൊക്കെ ബാലൻസ് ചെയ്യാനാണ് ഇത് നിർബന്ധമായിട്ട് ചേർക്കണം കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒന്നും കൂടി തിളക്കട്ടെ. നമ്മുടെ കറി റെഡി ആയിട്ടാണ്. സൂപ്പർ ടേസ്റ്റാണ് സത്യം പറഞ്ഞാൽ. ഇത് മാത്രം മതി ചോറിന്. വയ്ക്കാത്തവരൊന്ന് വെച്ച് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒന്നും കൂടി കുറുകുത്. ഇതുപോലെ വയ്ക്കാത്തവരൊന്ന് ഒരു പ്രാവശ്യം വെച്ച് നോക്കട്ടെ. ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടും. വെണ്ടയ്ക്ക ചെറുപയർ ഉപ്പേരി വയ്ക്കാം കേട്ടോ. കടുകിട്ട് കൊടുക്കാം, പൊട്ടിത്തെറിക്കും. സവാളയും പച്ചമുളകും ഇട്ടാണ്. സവാളയും പച്ചമുളകൊക്കെ വയണ്ട് വന്നു കേട്ടോ. കുറച്ച് കറിവേപ്പില കഴിഞ്ഞു. ചെറുപയർ വേവിച്ചതാണ് കേട്ടോ, നന്നായി വെന്തു. ഉപ്പിട്ട് വേവിച്ചതാണ്. മൂന്ന് വിസിലടിക്കുമ്പോഴേക്ക് വന്നു. എന്നാൽ കുതിർത്തിട്ടൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് വന്നു. ഉപ്പേര് റെഡി ആയിട്ടാ. ഇനി ചന്ദനം ഇടും കേട്ടോ. ഉണ്ണിൻ്റെ മേക്കപ്പൊക്കെ എത്രയേ ഉള്ളൂ. ഇത് വലുതാക്കിയിട്ട് കാണില്ല. ബാക്കിയുള്ളത് അച്ഛനും ഇട്ട് കൊടുക്കും. ബാക്കിയുള്ള ചന്ദന അച്ഛനിട്ട് കൊടുക്കണം കേട്ടോ. നീ എപ്പോഴും അങ്ങനെയാണ്. ഉണ്ണിക്ക് ചോറാണ് കേട്ടെന്ന്. മിക്കതും ചോറാണ് ഉണ്ണി ഉണ്ണ. ദോശ ഉണ്ടെങ്കിൽ മാത്രം ദോശ കഴിക്കുള്ളൂ. ബാക്കി പുട്ടൊക്കെ ആണെങ്കിൽ വന്നിട്ടാ കഴിക്കുള്ളൂ കേട്ടോ. വെണ്ടയ്ക്കപ്പളി കൂട്ടി അവൾക്ക് പിന്നെ ഇഷ്ടമാണ്. അവൾക്ക് പുട്ട് രാവിലെ കഴിക്കുന്നത് അത്ര ഇഷ്ടമല്ല. ദോശയാണെങ്കിൽ കഴിക്കുകയും ചെയ്യും, കൊണ്ടും പോകും. ഒന്നും കൂടെ കഴിക്കും. എങ്ങനെയുണ്ട് വെണ്ടയ്ക്ക? സൂപ്പറായിട്ടുണ്ടാ? ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഞാനതാ ചോറ് കൊടുത്തത്. അപ്പോൾ ഉണ്ണിന് ഊണ് കഴിച്ചിട്ട് സ്കൂളിൽ പോട്ടെ. ഉണ്ണിക്ക് ചെറിയൊരു സമ്മാനം കിട്ടിയിട്ടാ. സ്കോളർഷിപ്പ് വിന്നറായിട്ട് ടൗൺ ഹാളിൽ നിന്ന് ഇതേണ്ട ഒരു പരിപാടിയിൽ നിന്ന് ഒരു ബാഗ് കിട്ടിയതാണ്. എല്ലാ സ്കോളർഷിപ്പ് വിന്നർ കുട്ടികൾക്കും ഉണ്ട് കേട്ടോ. ഉണ്ണിക്കും കിട്ടിയതുപോലെ കുഞ്ഞു ബാഗാണിതാ. നല്ല രസമുണ്ട്, ക്യൂട്ടായിട്ട്. ഈ ബാഗ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ.